നമ്മൾ +1 കമ്പ്യൂട്ടർ സയൻസിലെ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൻ്റെ പേര് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്നാണ്. വളരെ ചുരുക്കത്തിൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുത്ത് ക്ലാസ് എടുക്കുക എന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കാം. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. എന്താണ് സിസ്റ്റം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? സിസ്റ്റം എന്താണെന്നറിയാമോ? ഞാൻ പറയാം. Interdependent components are linked together to achieve a specific kind of objective that is called system. അതായത് പരസ്പരാശ്രയത്വമുള്ള ഘടകങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിനെ നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടറിനെ സിസ്റ്റം എന്ന് പറയുന്നത്? രണ്ടോ അതിലധികമോ ഉപകരണങ്ങളുടെ ഒരു കൂട്ടമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സാധാരണയായിട്ട് നമ്മളതിനെ കമ്പ്യൂട്ടർ എന്ന് പറയാതെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ 2 or more ഡിവൈസസിൻ്റെ കോമ്പിനേഷനാണ് കമ്പ്യൂട്ടർ. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 6 ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിനെ 6 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1, ഡേറ്റ പ്രോസസ്സിംഗ്. 2, ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. 3, ഹാർഡ്വെയർ. 4, ഇ വേസ്റ്റ്. 5, സോഫ്റ്റ്വെയർ. 6, ഹ്യൂമൻ വെയർ ആൻഡ് ലൈവ് വെയർ. അപ്പോൾ ഒന്നാമത്തെ ഭാഗമായ ഡേറ്റ പ്രോസസ്സിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ഡേറ്റ പ്രോസസ്സിങ്, അതിനകത്ത് ഡേറ്റ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണും. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ്. സ്വന്തമായിട്ട് യാതൊരു തരത്തിലുള്ള അർത്ഥവും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുകയില്ല. പക്ഷേ ഈ ഡേറ്റയെ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഡേറ്റയെ മറ്റൊരു പേരിൽ അറിയപ്പെടും ഇൻഫർമേഷൻ. അങ്ങനെ ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ട് ഇൻഫർമേഷൻ ആക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് ചോദിച്ചാൽ, data processing refers to the operation or activities on data to generate information. എന്താണ് ഡേറ്റ പ്രോസസ്സിംഗ്? ഡേറ്റ പ്രോസസ്സിംഗ് refers to the operation or activities on data to generate information. അപ്പോൾ ഈ ഡേറ്റ പ്രോസസ്സിംഗ് 6 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത്. 1, ക്യാപ്ചറിങ് ഡേറ്റ. 2, ഇൻപുട്ട് ഡേറ്റ. 3, സ്റ്റോറേജ് ഡേറ്റ. 4, പ്രോസസ്സിംഗ് ഡേറ്റ ഓർ മാനിപ്പുലേറ്റിംഗ് ഡേറ്റ. 5, ഔട്ട്പുട്ട് ഇൻഫർമേഷൻ. 6, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലൂടെ നമ്മൾ ഡേറ്റയെ എന്താക്കി മാറ്റും? ഇൻഫർമേഷനാക്കി മാറ്റും. ഇതാണ് ഡേറ്റ പ്രോസസ്സിംഗ്. ഇത് കൂടുതൽ വിശദമായിട്ട് ഞാൻ പറയാത്തത് കൊച്ചു ക്ലാസ്സുകളിൽ നിങ്ങൾ വളരെയേറെ പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ വളരെ ചുരുക്കത്തിലാണ് ഞാൻ ഈ ചാപ്റ്റർ എടുക്കുന്നത്. ഡീറ്റെയിൽ നമുക്ക് ക്ലാസ്സിൽ പറയാമല്ലോ എന്ന് വിചാരിച്ചാണ്. രണ്ടാമത്തെ ഭാഗം ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ.
ഇതിന് പ്രധാനമായിട്ടും 4 വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്, 2 സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, 3 സ്റ്റോറേജ് യൂണിറ്റ്, 4 ഔട്ട്പുട്ട് യൂണിറ്റ്. ഇതിലൊന്നാമത്തെ ഭാഗമാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രവർത്തന രീതി എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ അല്ലെങ്കിൽ ബോറാക്കുന്നില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം നിങ്ങൾ +1 സ്റ്റുഡൻസാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റിനകത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക, 2 കൺവേർട്ട് ചെയ്യുക, 3 സപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതെന്താണ് 3 കാര്യങ്ങൾ? എന്ത് അക്സെപ്റ്റ് ചെയ്യാനാണ്, എന്ത് കൺവേർട്ട് ചെയ്യാനാണ്, എന്ത് സപ്ലൈ ചെയ്യാനാണ്? ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ഇൻസ്ട്രക്ഷൻസും ഡേറ്റയും. നമ്മൾ കൊടുക്കുന്ന നമ്മൾ കളക്ട് ചെയ്ത ക്യാപ്ചർ ചെയ്ത ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ ഡേറ്റയോ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അക്സെപ്റ്റ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഫ്രം ദി ഔട്ട്സൈഡ് ദ വേൾഡ്. 2 ഈ ഡേറ്റയും ഇൻസ്ട്രക്ഷൻസിനെയും കൺവേർട്ട് ചെയ്യുക. എന്തിനാണ് കൺവേർട്ട് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യണം. കാരണം കമ്പ്യൂട്ടറിന് എല്ലായ്പ്പോഴും നമ്മളുടെ ഹ്യൂമൻ റീഡബിൾ ഫോം മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് എന്ത് രീതിയിലേ മനസ്സിലാവത്തുള്ളൂ? മെഷീൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ദീസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഇൻ ടു ദി ഫോം അക്സെപ്റ്റബിൾ ടു ദി കമ്പ്യൂട്ടർ. 3 കൺവേർട്ട് ചെയ്ത ഈ ഡേറ്റയെയും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെയും സപ്ലൈ ചെയ്ത് കൊടുക്കണം. എങ്ങോട്ട്? വെറുതെ വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ? അതിനെ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കണ്ടേ? എങ്ങോട്ട് കൊടുക്കണ്ടേ? CPU-യിലേക്ക്. അപ്പോൾ സപ്ലൈ ദ കൺവേർട്ടഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ടു ദി CPU ഫോർ ടു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഫോർ പ്രോസസ്സിങ് അല്ലെങ്കിൽ CPU-യിലേക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതാണ് പ്രധാനപ്പെട്ട 3 പ്രോസസ്സ്. ഈ പ്രോസസ്സിനാണ് നമ്മൾ ഈ പറയുന്ന പല ഡിവൈസസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ്? അക്സെപ്റ്റ് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, പിന്നെന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക. അടുത്തതാണ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU-ന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന് ALU, അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അതായത് കണക്ക് സംബന്ധമായ കാൽക്കുലേഷൻസും ലോജിക്കലായിട്ടുള്ള ഡിസിഷൻസും അല്ലെങ്കിൽ ബൗദ്ധികപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്ഥലവുമാണ് അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറയും. നമ്മൾ കാൽക്കുലേഷൻ വർക്ക് 1+2 = 3 അങ്ങനെയൊക്കെയുള്ള കാൽക്കുലേഷൻ വർക്ക് ഫോർ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഇവിടെയാണ് ചെയ്യുന്നത്. അത് ആ രീതിയിലുള്ള പ്രോസസ്സിങ്. പിന്നെ ഇതിൽ ലോജിക്കൽ, ഇപ്പോൾ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ, അത് തന്നിരിക്കുന്നതിനേക്കാൾ അതാണോ വലുത് ഇതാണോ വലുത്, ഹൈറ്റ് കൂടുതലുണ്ട്, കമ്പാരിസൺ, ക്ലാസിഫിക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ലോജിക്കൽ. അപ്പോൾ അത് ചെയ്യുന്നതാണ് ALU എന്ന് പറയുന്ന ഭാഗം. രണ്ടാമതാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയും. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ആൾ ദി ആക്ടിവിറ്റീസ്. എല്ലാത്തരം പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കൺട്രോൾ യൂണിറ്റ്. ഇതുവരെ നിങ്ങൾ പഠിക്കാത്തൊരു ഭാഗമുണ്ട്, 3ാമത്തെ ഭാഗം, രജിസ്റ്റേഴ്സ് എന്ന് പറയും. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. അതുകൊണ്ട് രജിസ്റ്റേഴ്സ് എന്തെന്ന് വെച്ചാൽ, രജിസ്റ്റേഴ്സ് ടെമ്പററി എലമെൻറ്റ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് CPU. ടെമ്പററി സ്റ്റോറേജ് എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ടെമ്പററി
സ്റ്റോറേജ് എലമെൻ്റ് ആണെന്ന് പറയുന്നത്. സ്റ്റോറേജ് രജിസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് പിന്നെ പറയാം. അതുകൊണ്ട് കുറച്ച് സിമ്പിളായിട്ടാണ്, എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കറിയാം ഈ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിങ്ങൾ ബോറടിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ പറയാം. അടുത്ത ഭാഗം എന്തായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ആദ്യം എന്തൊക്കെയായിരുന്നു, ഫങ്ഷണൽ യൂണിറ്റ് ഏതൊക്കെയായിരുന്നു, ഇൻപുട്ട് യൂണിറ്റ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ എന്തായിരുന്നു, ഞാൻ മറന്നുപോയി. ഇൻപുട്ട് യൂണിറ്റ് കഴിഞ്ഞ് എന്തായിരുന്നു നിങ്ങൾക്കറിയാം? ഇൻപുട്ട് യൂണിറ്റ് കഴിഞ്ഞ് എന്തായിരുന്നു? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് 3 പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണ്? സ്റ്റോറേജ് യൂണിറ്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഇൻപുട്ട് യൂണിറ്റിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ആക്സെപ്റ്റ് ചെയ്യുകയും കൺവേർട്ട് ചെയ്യുകയും സപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയൊക്കെ സപ്ലൈ ചെയ്തിരിക്കുന്ന ഡേറ്റ ഉണ്ടല്ലോ, അതിനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമാണ് സ്റ്റോറേജ് യൂണിറ്റ്. എന്നിട്ട് പ്രോസസ്സിങ് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴത്തേക്ക് ഈ പ്രോസസ്സിങ് സെൻറ്ററിലേക്ക് എന്ത് ചെയ്യും, ഈ സ്റ്റോറേജ് യൂണിറ്റിനെ എന്ത് ചെയ്യും, സപ്ലൈ ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അതിന് റിസൾട്ടായിട്ട് വരുന്നുണ്ടല്ലോ, അതിനെ വീണ്ടും സ്റ്റോർ ചെയ്യും. മനസ്സിലായോ? ഇതാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് യൂണിറ്റിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പ്രൈമറി സ്റ്റോറേജും മറ്റൊന്ന് സെക്കൻഡറി സ്റ്റോറേജും. ഇതിനകത്ത് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളുണ്ട്, റാമും റോമും. റാം എന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറി. റോം എന്ന് വെച്ചാൽ റീഡ് ഓൺലി മെമ്മറി. റാം എന്ന് വെച്ചാൽ ടെമ്പററി മെമ്മറിയാണ്, റോം എന്ന് വെച്ചാൽ പെർമനൻറ്റ് മെമ്മറിയാണ്. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് പ്രൈമറി സ്റ്റോറേജ്. അടുത്തത് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയും, അല്ലെങ്കിൽ ഓക്സിലറി എന്ന് പറയും. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളതാണ് ഹാർഡ് ഡിസ്ക്. അപ്പോൾ സ്റ്റോറേജ് ഡിവൈസിന് 2 പ്രധാനപ്പെട്ട പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറിക്ക് മറ്റൊരു പേരുണ്ട് ഓക്സിലറി മെമ്മറി. ഇതിനകത്ത് വിവരങ്ങൾ സ്ഥിരമായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന, ഹാർഡ് ഡിസ്കൊക്കെ വിവരങ്ങൾ സ്ഥിരമായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. എനിവേ, അപ്പോൾ ആ 2 ഭാഗങ്ങളും കഴിഞ്ഞു. എല്ലാ ഫങ്ഷണൽ യൂണിറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം ഔട്ട്പുട്ട് യൂണിറ്റ്. നമ്മളന്നേരം സിസ്റ്റം യൂണിറ്റിനകത്ത് പഠിച്ച ഭാഗങ്ങളുണ്ട്, ഓർമ്മയുണ്ടോ? സിസ്റ്റം യൂണിറ്റിനകത്ത് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? ആക്സെപ്റ്റ് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, പിന്നെന്ത് ചെയ്യുക, സപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾ ഡേറ്റ പ്രോസസ്സിങ്ങിൽ അവസാനത്തെ കാര്യം ശ്രദ്ധിച്ച്, അവസാനത്തെ 2 പോയിന്റ്, ഔട്ട്പുട്ട് ഇൻഫർമേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ഇൻഫർമേഷനായിട്ട് മാറും, അല്ലേ? അപ്പോൾ ആ റിസൾട്ടിലെ പ്രോസസ്സ് ചെയ്യുന്ന റിസൾട്ട് CPU നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അതിനെന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം റിസീവ് ചെയ്യുക. അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ജോലി എന്തൊക്കെയാണ്? റിസീവ് ചെയ്യുക, പിന്നെന്ത് ചെയ്യുക? കൺവെർട്ട് ചെയ്യുക, പിന്നെന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക. ഇൻപുട്ട് യൂണിറ്റിൻ്റെ എന്തായിരുന്നു? അക്സെപ്റ്റ് ചെയ്യുക, കൺവെർട്ട് ചെയ്യുക, സപ്ലൈ ചെയ്യുക. ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ എന്താണ്? റിസീവ് ചെയ്യുക, കൺവെർട്ട് ചെയ്യുക, സപ്ലൈ ചെയ്യുക. അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ത് ചെയ്യും? അക്സെപ്റ്റ് ദ റിസൾട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ CPU. CPU പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ടിനെ അക്സെപ്റ്റ് ചെയ്യും. അടുത്തത് എന്താ? കൺവെർട്ട് ദി റിസൾട്ട് into the human readable form. മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഇതിനെ കൺവെർട്ട് ചെയ്യും. കാരണം എന്താ? അവർ കോഡഡ് ഫോമിലാണ് CPU ആർക്ക് കൊടുത്തേക്കുന്നത്? പ്രോസസ്സിങ്ങിന് കിട്ടി, പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കൊടുക്കുന്നത്. പക്ഷേ അത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് എന്ത് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിനെ അതിനകത്തു നിന്ന് ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് അതിനെ മാറ്റണം, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ. അപ്പോൾ അതാണ് കൺവെർട്ട് ചെയ്യുന്നത്. പിന്നെന്ത് ചെയ്യും? സപ്ലൈ ദി ഇൻഫർമേഷൻ അല്ലെങ്കിൽ റിസൾട്ട് ടു ദി ഔട്ട്സൈഡ് ദ വേൾഡ്. ഔട്ട്സൈഡ് ദ വേൾഡിലേക്ക് സപ്ലൈ ചെയ്യും.
ഓക്കെ കുട്ടികളെ, ഇപ്പോൾ 15 മിനിറ്റായി ഞാനീ പറഞ്ഞ പോർഷൻസ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ദ ഓപ്പറേഷൻ ഓർ ആക്ടിവിറ്റീസ് ഓൺ ഡേറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ. ഡേറ്റ പ്രോസസ്സിങ്ങിന് 6 സ്റ്റെപ്സ് ഉണ്ട്. ക്യാപ്ചറിങ് ഡേറ്റ, ഇൻപുട്ട് ഡേറ്റ, സ്റ്റോറേജ് ഡേറ്റ, പ്രോസസ്സിംഗ് ഡേറ്റ ഓർ മാനിപ്പുലേറ്റിംഗ് ഡേറ്റ, ഔട്ട്പുട്ട് ഇൻഫർമേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഫങ്ഷണൽ യൂണിറ്റ് കമ്പ്യൂട്ടറിന് 3 അല്ല 4 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കഴിഞ്ഞ് സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റിനകത്ത് അക്സെപ്റ്റ് ചെയ്യുക, കൺവെർട്ട് ചെയ്യുക, സപ്ലൈ ചെയ്യുക. എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സി പി യുവിനകത്ത് 3 ഭാഗങ്ങളുണ്ട്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് 3 ഭാഗങ്ങളുണ്ട്. മറന്നു പോകുന്നു. സെൻട്രൽ പ്രോസസ്സിംഗ് 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാമോ? ഒന്ന് ALU, CU ആൻഡ് രജിസ്റ്റേഴ്സ്. പിന്നെ സ്റ്റോറേജ് യൂണിറ്റിന് 2 ഭാഗങ്ങൾ, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. ഔട്ട്പുട്ട് യൂണിറ്റിനകത്ത് റിസീവ് ചെയ്യുക, കൺവെർട്ട് ചെയ്യുക, സപ്ലൈ ചെയ്യുക. സ്റ്റോറേജ് യൂണിറ്റ് കുറവാണ്. അതുമാത്രമല്ല, ഇത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ 16 മിനിറ്റിനുള്ളിലൊക്കെ ആണെങ്കിൽ എൻ്റെ ഡേറ്റ മുഴുവൻ തീർന്നു പോകും. അതുകൊണ്ട് 16 മിനിറ്റിന് ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബാക്കി ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്യാം.